മോർഫോളജിക്കൽ ആൻഡ് അനാട്ടമിക്കൽ എവിഡൻസിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഹോമോലോഗസ് അനലോഗസ് ഓർഗൻ കഴിഞ്ഞിട്ട് ഗ്രാജ്വൽ മോഡിഫിക്കേഷൻ. എങ്ങനെയാണ് ഈ പറഞ്ഞ ഡിഫറെൻ്റ് ഓർഗാനിസത്തിൽ ഓരോ ഓർഗാൻസും ഇവോൾവ് ചെയ്ത് സിമ്പിൾ ലെവലിൽ നിന്ന് ഹൈലി കോംപ്ലക്സ് ലെവലിലേക്ക് വന്നത്? അത് ഒരു എവിഡൻസ് ഫോർ ഇവല്യൂഷൻ സംഭവിച്ച് ഓരോ ഓർഗാൻസും സിമ്പിൾ ഫോമിൽ നിന്ന് ഏറ്റവും കോംപ്ലക്സ് ഫോമിലേക്ക് എങ്ങനെ അഡ്വാൻസ്ഡ് ഫോമിലേക്ക് എങ്ങനെയാണ് വന്നേക്കണേ. സോ അതിൻ്റെ എക്സാമ്പിളാണ് ഹാർട്ട് ഓഫ് വെർട്ടിബ്രേറ്റ്സ്. നമ്മുടെ വെർട്ടിബ്രേറ്റുകളുടെ ഹാർട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ട് എവിടെ നിന്ന് ചേഞ്ച് ഇൻ കോഴ്സ് ഓഫ് ഇവല്യൂഷൻ്റെ ഭാഗമായി ഓരോ കോഴ്സ് ഓഫ് ടൈമിലും ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഓരോ ഓർഗാനിസത്തിൽ നിന്ന് അടുത്ത ഹയർ ലെവൽ ഓർഗാനിസം വരുമ്പോൾ ആ ഹാർട്ടിൻ്റെ നമ്പർ ഓഫ് ചേമ്പേഴ്സിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഫിഷസ് ടു മാമൽസ്, ഫിഷ് തൊട്ട് മാമൽ വരെയുള്ള ഓർഗാനിസത്തിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫിഷിൽ നിന്ന് മാമലിലേക്ക് വരുമ്പോൾ 2 ചേമ്പേർഡ് ഹാർട്ടിൽ നിന്ന് 4 ചേമ്പേർഡ് ഹാർട്ട് വരെ ആ ഒരു ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഫിഷ് നമുക്കറിയാം അക്വാട്ടിക് ആണ്. സോ അവർക്ക് ഓക്സിജനേഷൻ ഡിയോക്സിനേഷൻ എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് ചേമ്പറിൻ്റെ ആവശ്യമില്ല, ബിക്കോസ് വാട്ടറിൽ തന്നെയാണ്. അപ്പോൾ അവിടെ ഫിഷിൻ്റെ അവിടുത്തെ എൻവയോൺമെൻറ്റ് നീഡ് അനുസരിച്ച് ഫിഷിന് 2 ചേമ്പേർഡ് ഹാർട്ട് ഇനഫാണ്, അവർക്ക് അത് ഓക്കെ ആയിരുന്നു. സോ ഫിഷിനൊക്കെ 2 ചേമ്പേർഡ് ഹാർട്ടായിരുന്നു. അത് ഒരു ഏട്രിയം ഒരു വെൻട്രിക്കിളായിരുന്നു. അവിടെ ഓക്സിജനേഷൻ ഡിയോക്സിനേഷൻ എന്ന സെപ്പറേഷൻ്റെ അത്യാവശ്യം ഉണ്ടായിരുന്നില്ല. അതേസമയം അടുത്ത ഫിഷിൽ നിന്ന് അടുത്ത ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ കോഴ്സ് ഓഫ് ഇവല്യൂഷനിൽ വന്നത് ആംഫീബിയൻസ് ആണ്. ആംഫീബിയൻസ് എന്ന് പറഞ്ഞാൽ വാട്ടറിലും ലാൻഡിലും ജീവിക്കാൻ കഴിയില്ല, ഒരു ടെറസ്ട്രിയൽ ഹാബിറ്ററ്റിലേക്ക് അവർക്ക് എത്തിയത് കൊണ്ട് അതിൽ എക്സാമ്പിൾ ഫ്രോഗ്. സോ ലാൻഡ് വെർട്ടിബ്രേറ്റ് ആയി ടെറസ്ട്രിയൽ ഹാബിറ്ററ്റ് വന്നപ്പോൾ അവർക്ക് ഓക്സിജനേഷൻ ഡിയോക്സിനേഷൻ ഒരു സെപ്പറേഷൻ ഒരു എസെൻഷ്യലായിട്ട് വന്നു. സോ അവിടുത്തെ നമ്പർ ഓഫ് ചേമ്പേർഡ് ഹാർട്ടിൽ വ്യത്യാസം വന്നു. ഒരു ഏട്രിയം എന്നുള്ള സ്ഥാനത്ത് 2 ഏട്രിയവും ഒരു വെൻട്രിക്കിളും വന്നു. സോ ഓക്സിജനേഷൻ 2 ഏട്രിയം ഓക്സിജനേഷൻ ഡിയോക്സിനേഷൻ സെപ്പറേറ്റ് ആയിട്ട് വന്നു. പക്ഷേ ആ 2 ഏട്രിയം കൂടി ഓപ്പൺ ചെയ്യുന്നത് ഒരു സിംഗിൾ വെൻട്രിക്കിളായിരുന്നു മാത്രം. അങ്ങനെ 3 ചേമ്പേർഡ് ഹാർട്ടായി നമ്മുടെ ആംഫീബിയൻസ്. അടുത്ത എവല്യൂഷൻ്റെ ഭാഗമായിട്ട് വന്ന അടുത്ത ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ വരുന്ന റെപ്റ്റൈൽസിലും ഇതുപോലെ 3 ചേമ്പേർഡ് ഹാർട്ടാണ്. അവിടെ വെൻട്രിക്കിൾസ് ഇൻകംപ്ലീറ്റ്ലി ഡിവൈഡ് ആണ്. സോ വെൻട്രിക്കിൾസ് അടുത്ത ക്ലാസിഫിക്കേഷനിൽ എത്തുമ്പോഴേക്കും അവർ വെൻട്രിക്കിൾസും ഡിവൈഡ് ചെയ്ത് 4 ചേമ്പേർഡ് ആവും. ബട്ട് റെപ്റ്റൈൽസിൽ വെൻട്രിക്കിൾസ് ഡിവൈഡ് ചെയ്തിട്ടില്ല, അത് ഇൻകംപ്ലീറ്റ്ലി ഡിവൈഡ് ആയിട്ടുള്ളൂ. കംപ്ലീറ്റ്ലി ഡിവൈഡഡ് ആയിട്ടില്ല. സോ അവിടെയും എന്തായിരുന്നു 2 ഏട്രിയം ആൻഡ് 1 വെൻട്രിക്കിൾ ആയിട്ടുള്ള ഒരു 3 ചേമ്പേർഡ് ഹാർട്ട് തന്നെയായിരുന്നു റെപ്റ്റൈൽസിൽ. എക്സെപ്റ്റ് റെപ്റ്റൈലിൽ അവസാനമുള്ള ക്രൊക്കഡൈൽ, അവസാനത്തേതായിരുന്നു ക്രൊക്കഡൈൽസിന് മാത്രം എന്തായിരുന്നു 4 ചേമ്പേർഡ് ഹാർട്ട് വന്നു, 2 ഏട്രിയം ആൻഡ് 2 വെൻട്രിക്കിൾ, അങ്ങനെ 4 ചേമ്പേർഡായി. അങ്ങനെ ക്രൊക്കഡൈൽ ഓൺവേർഡ്സ് പിന്നെയുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിലുള്ള ബേർഡ്സ് മാമൽസ് എല്ലാത്തിനും 2 ഏട്രിയം 2 വെൻട്രിക്കിളോടും കൂടിയുള്ള 4 ചേമ്പേർഡ് ഹാർട്ടായിട്ട് ഇവോൾവ് ചെയ്തു വന്നു. സോ ഈ പറഞ്ഞ ക്രൊക്കഡൈൽ തൊട്ട് ബേർഡ്സ് മാമൽസിനൊക്കെ പ്യുവറായിട്ട് ഒരു സെപ്പറേഷൻ ഹാർട്ടിൻ്റെ ചേമ്പറിൽ ഓക്സിജനേറ്റഡിന് ബ്ലഡിനെ ക്യാരി ചെയ്യാൻ ഒരു ചേമ്പർ, ഡിയോക്സിജൻ ബ്ലഡിനെ ക്യാരി ചെയ്യാൻ വേറെ ചേമ്പർ, അങ്ങനെ 4 ചേമ്പറുകൾ സെപ്പറേറ്റഡ് ആയിട്ട് വന്നു. സോ അത് അവരുടെ ആ എൻവയോൺമെൻറ്റിൽ അവരുടെ അഡാപ്റ്റീവ് ഫീച്ചറായിരുന്നു. സോ ഇതിലൂടെ ഫിഷ് തൊട്ട് മാമൽ വരെ എടുക്കുമ്പോൾ 2 ചേമ്പേർഡ് ഹാർട്ടിൽ നിന്നും നമ്മുടെ മാമൽ എത്തിയപ്പോഴേക്കും എത്ര 4 ചേമ്പേർഡ് ഹാർട്ട് അഡ്വാൻസ്ഡ് അല്ലെ കോംപ്ലക്സ് ഫോം ഓഫ് നമ്പർ ഓഫ് ഹാർട്ട് ചേമ്പർ വന്നു. സോ അതൊരു ഗ്രാജ്വലിയാണ് മോഡിഫൈ ചെയ്ത്. ആ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻ കോഴ്സ് ഓഫ് ടൈം അവരുടെ നീഡ് അനുസരിച്ച് ഓരോ ഹാബിറ്ററ്റ് എത്തിയപ്പോൾ അവരുടെ നീഡ് അനുസരിച്ചിട്ടാണ് ഈ ഓർഗൻസിൽ ഇവല്യൂഷൻ നടന്നത്. സോ ഈ പറഞ്ഞ മോർഫോളജിക്കലും അതുപോലെ അനാട്ടമിക്കലുമായിട്ടും എക്സ്റ്റേണലി കാണുന്നതും അതുപോലെ ഇൻറ്റേർണലി കാണുന്ന അനാട്ടമിക്കൽ ഫീച്ചേഴ്സിലും നമുക്ക് ഒരുപാട് എവിഡൻസുകൾ, പ്രൂഫുകൾ, തെളിവുകളാണ് കാണുന്നത്. ഇവല്യൂഷൻ എങ്ങനെയാണ് നടന്നത്. ഹോമോലോഗസ് ഓർഗൻസിൻ്റെ കാര്യത്തിലും നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് അവർക്കൊരു കോമൺ ആൻസസ്റ്റർ വന്നു, ബട്ട് അവർക്ക് എങ്ങനെയാണ് ഡിഫറെൻറ്റ് ഫങ്ഷൻ വന്നത്. അനലോഗസിൻ്റെ കാര്യത്തിൽ അവർ ഡിഫറെൻറ്റ് സ്ട്രക്ചറാണ്, ഡിഫറെൻറ്റ് ഒറിജിനാണ്, പക്ഷേ അവർക്ക് അഡാപ്റ്റീവ് ഫീച്ചറിൻ്റെ ഭാഗമായിട്ട് ഒരു സെയിം ഹാബിറ്ററ്റിലെത്തിയപ്പോൾ അവർക്ക് ഒരുപോലെ ബിഹേവ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ സിമിലർ ഫങ്ഷനായ അനലോഗസ്. അതുപോലെ ഒരു പെർട്ടിക്കുലർ ഓർഗൻ എടുത്തു കഴിഞ്ഞാൽ ആ ഓർഗനിലും ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് എത്തുമ്പോഴേക്കും ആ കോംപ്ലക്സിറ്റി ആ പെർട്ടിക്കുലർ ഓർഗനിൽ കൂടി വരുന്നു. അങ്ങനെ ഹൈ ലെവൽ 2 ചേമ്പേർഡിൽ നിന്ന് നമ്മുടെ മാമൽ എത്തിയപ്പോഴേക്കും 4 ചേമ്പേർഡ് ഹാർട്ടായി. സോ അത് എന്താണ് ഇവല്യൂഷൻ നടന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇവല്യൂഷൻ നടന്നതെന്നുള്ളതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസുകൾ അഥവാ തെളിവുകളായിരുന്നു.